ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാ സേന ഭീകരരെ വധിച്ചു. 3 ലഷ്കർ ഭീകരരെ വധിച്ചുവെന്നാണ് വിവരം. വനപ്രദേശത്തെ ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വകവരുത്തിയത്. പ്രദേശത്ത് സുരക്ഷാ സേനയും ഭീകരരും ഏറ്റുമുട്ടൽ തുടരുകയാണ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഷോപ്പിയാനിൽ നിന്ന് ഒപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നുണ്ടോ? 3 ഭീകരരെയും വധിച്ചോ? കൃഷ്ണാജ്, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ വധിച്ചിട്ടുണ്ട്. അത് അക്കാര്യം സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സൈന്യത്തിന്റെ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് ഓപ്പറേഷൻ കെല്ലർ എന്ന് പേരിട്ടാണ് ഇത്തരത്തിലൊരു ഭീകര വിരുദ്ധ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഷോപ്പിയാനിൽ ഏകദേശം ഷോപ്പിയാൻ മേഖലയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ വന മേഖലയിൽ ഷോക്കൽ കെല്ലർ എന്ന പ്രദേശത്താണ് ഈ ലഷ്കർ ഇ തൊയ്ബ ഭീകരരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് വളരെ കൃത്യമായി ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് 3 ഭീകരരെ വധിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ രജൌരിയിൽ നിന്ന് മുഗൾ റോഡ് വഴി ഷോപ്പിയാൻ വഴി ശ്രീനഗറിലേക്കുള്ള യാത്രയിലായിരുന്നു. അതിനിടയിലാണ് 11 മണിയോടുകൂടി ഇതിന്റെ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴും ഈ മേഖലയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന മേഖലയിൽ നിന്നും ഏറെ അകലെയാണ്, 8 കിലോമീറ്റർ അകലെ വനമേഖലയിലാണ്, കെല്ലർ വനമേഖലയിലാണ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ 3 ഭീകരരെ വധിച്ചെന്ന് വളരെ കൃത്യമായി സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ വന്ന റിപ്പോർട്ടുകൾ 1 ഭീകരനെ വധിച്ചു, 2 ഭീകരരെ വളഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം 3 ഭീകരരെയും ന്യൂട്രൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതായത് 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെയാണ് രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് ഓപ്പറേഷൻ കെല്ലർ എന്ന പേരിട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ ഒരു സംയുക്ത പരിശോധനയിലൂടെ വധിച്ചിട്ടുള്ളത്. ഒപ്പം പ്രദേശത്ത് കൂടുതൽ ഭീകരരുണ്ട് എന്ന നിഗമനത്തിലാണ് സൈന്യം ഉള്ളത്. അത്തരത്തിലാണ് റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ പുരോഗമിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ, അതിൽ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ വലിയ പ്രകോപനത്തിനും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പാക് സൈന്യത്തിനും ഭീകരശക്തികൾക്കും അത്തരത്തിൽ അതിർത്തി മേഖലയിൽ വലിയ പരിക്കുകൾ, അക്രമങ്ങൾ ഭാരതത്തിൽ നടക്കാൻ സാധിക്കാത്ത പശ്ചാത്തലത്തിൽ ഭാരതത്തിനകത്ത് ഇതിനു മുൻപ് നിഴഞ്ഞു കയറിയിട്ടുള്ള അല്ലെങ്കിൽ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഭീകരരുടെ കമാൻഡർമാർ നിയന്ത്രിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ജമ്മുകശ്മീരിൽ വിവിധയിടങ്ങളിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ ഒപ്പം സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾ, സ്ഫോടനമോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നേരെ വീണ്ടും അക്രമമോ നടത്താൻ ഇത്തരത്തിൽ ഭീകരശക്തികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന മുന്നറിയിപ്പ്, മുൻകരുതൽ നേരത്തെ തന്നെ സുരക്ഷാ സേന സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലും ഒപ്പം മുൻപ് ഭീകരന്മാരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും നടത്തുന്നുണ്ട്. നമുക്ക് ഈ കശ്മീരിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് വളരെ വ്യക്തമായി കാണാനും സാധിക്കും. എല്ലാ മേഖലകളിലും വളരെ കൃത്യമായി സൈന്യം പ്രത്യേക ഓപ്പറേഷനിലൂടെ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തിക്കൊണ്ട് മുൻപോട്ട് പോവുകയാണ്. അതിർത്തി മേഖലയിലെ പ്രതിരോധ നിരക്ക് അപ്പുറത്തേക്ക് ജമ്മു കാശ്മീർ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ സൈന്യത്തിന്റെ പരിശോധന നടന്നു വരികയാണ്. അത്തരത്തിൽ വളരെ കൃത്യമായി ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ADGPയുടെ നിലവിൽ ഇപ്പോൾ സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചു. കുൽഗാം, ഷോപ്പിയാൻ മലനിരകൾക്കിടയിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരർ ആയുധവുമായി തമ്പടിച്ചിട്ടുണ്ട് എന്ന ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് ആണ് ഓപ്പറേഷൻ കെല്ലർ എന്ന് പേരിട്ടുകൊണ്ട് ഭീകരവാദികൾക്കായുള്ള പരിശോധന ആരംഭിച്ചത്. പരിശോധനയ്ക്കിടെ ഏറ്റുമുട്ടലുണ്ടായി. ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു. തിരിച്ചുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലാണ് നിലവിൽ ലഷ്കർ ഇ തൊയ്ബയുടെ 3 ഭീകരരെ സൈന്യം വധിച്ചിട്ടുള്ളത്. ഈ ഭീകരരുടെ ഐഡന്റിറ്റി സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരങ്ങൾ, ആരാണ് ഈ കൊല്ലപ്പെട്ടിട്ടുള്ളത്, അത് പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ജമ്മു കാശ്മീർ സ്വദേശികളായിട്ടുള്ള മുൻപ് ആയുധ പരിശീലനം, ഭീകര പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണോ അല്ലെങ്കിൽ അതിർത്തി കടന്നു വന്നിട്ടുള്ളവരാണോ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നത് സംബന്ധിച്ചൊരു അവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ചുള്ള വിവരമാണ് പുറത്തു വരാനുള്ളത്. ഏതായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷോപ്പിയാനിലാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നതിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെ വനമേഖലയിലാണ്, ഷോക്കൽ കെല്ലർ എന്ന വനമേഖലയിലാണ്, ഷോപ്പിയാനുള്ളിൽ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഔട്ടർ മേഖലകളിൽ വളരെ കൃത്യമായി സൈന്യം വാഹന പരിശോധന നടത്തുകയും കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളും
വാഹനങ്ങളും പരിശോധിക്കുകയും ഈ ഏറ്റുമുട്ടൽ നടക്കുന്നതിന്റെ ഔട്ടർ മേഖലയിൽ CRPF ഒപ്പം സൈന്യവും ജമ്മു കാശ്മീർ പോലീസും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സൈന്യത്തെ സംബന്ധിച്ച് ഭീകരവിരുദ്ധ നടപടികൾ ജമ്മു കാശ്മീരിൽ ശക്തമാക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിർത്തി മേഖലയിൽ പാക് സൈന്യത്തിന് ശക്തമായിട്ടുള്ള പ്രതികരണം നടക്കാൻ സാധിക്കാതെ വരികയും പാകിസ്ഥാന്റെ ശ്രമങ്ങളെ അതിശക്തമായി തിരിച്ചടിക്കുകയും ഭാരതത്തിന്റെ സൈന്യം ചെയ്തതോടെ രാജ്യത്തിനകത്ത് നിലവിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം നടത്താൻ സാധിക്കുമോ എന്നുള്ള ആസൂത്രണവും ഗൂഢാലോചനയും ഭീകരശക്തികളും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്ന് നടത്തുന്നുണ്ട്. കാരണം അത്രയധികം കനത്ത പ്രഹരമാണ് ഭീകരവാദ ശക്തികൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രത്യേക പരിശോധനകളും ഓപ്പറേഷനുകളും നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഷോപ്പിയാൻ മേഖലയിൽ രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റ് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ വധിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം എന്ന് കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിർത്തിക്കുള്ളിലുള്ളവരെ വകവരുത്തുക, വേണ്ടി വന്നാൽ അതിർത്തി കടന്നും ഭീകരരെ ഉന്മൂലനം ചെയ്യുക, അതാണ് ലക്ഷ്യം എന്ന് കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി പറഞ്ഞുവല്ലോ. ഇതിപ്പോൾ ഈ പഹൽഗാം ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ടവർ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നാണോ, അതോ പ്രാദേശിക ഭീകരരാണോ, നുഴഞ്ഞു കയറിയവരാണോ? സൈന്യം എന്തെങ്കിലും പറയുന്നുണ്ടോ? കൃഷ്ണരാജ്, അത് സംബന്ധിച്ചൊരു വിശദീകരണം ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ ഈ കൊല്ലപ്പെട്ട ഭീകരരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കിയിട്ടില്ല. ഓപ്പറേഷൻ കെല്ലർ എന്ന് പേരിട്ടുകൊണ്ട് രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരാണോ ഈ സൈന്യത്തിന്റെ പിടിയിലായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അത്തരത്തിലൊരു സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. പഹൽഗാമിൽ സാധാരണക്കാരെ മതം ചോദിച്ചുകൊണ്ട് ഭീകരാക്രമണം നടത്തിയവരുടെ പേര് വിവരങ്ങളും ഫോട്ടോകളും പുറത്തു വന്നിരുന്നു. അതും 4 ഭീകരരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3 ഭീകരരെ വധിച്ചിട്ടുണ്ട്. 1 ഭീകരൻ അല്ലെങ്കിൽ മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു. അതായത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരാണോ ഇവിടെ സൈന്യം വളഞ്ഞ് ആക്രമിച്ചത് എന്ന്, അല്ലെങ്കിൽ സൈന്യം വളഞ്ഞുകൊണ്ട് അതിശക്തമായ നിയമ നടപടി സ്വീകരിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണവും സ്ഥിരീകരണവും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണ് നൽകേണ്ടത്. നമുക്കത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാൻ സാധിക്കില്ല. നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം 3 ലഷ്കർ ഇ തൊയ്ബ, നേരത്തെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയതും ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരരാണ്. 2 ജമ്മു കാശ്മീർ പ്രാദേശിക സ്വദേശികൾ, അവർ മുൻപ് അതിർത്തി കടന്നു പോവുകയും അതിർത്തിയിൽ ഭീകരവാദത്തിന് പരിശീലനം ലഭിക്കുകയും 2 പാക് സ്വദേശികളായിട്ടുള്ള ഭീകരരും ചേർന്നുകൊണ്ടാണ് പഹൽഗാമിൽ ഇത്തരത്തിൽ സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തിയത്. അവർക്കായുള്ള തെരച്ചിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൈന്യം നടത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുൽഗാം ഷോപ്പിയാൻ മേഖലയിൽ വനമേഖലയിലാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ളത്. 3 ഭീകരരെ വധിച്ചിട്ടുണ്ട്. കൃഷ്ണരാജ്.